കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്നൊന്ന് പ്രദക്ഷിണം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക. ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. വലതുവശത്തെ തൂണും നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ എന്താ വിശേഷം വെച്ചാൽ ഇന്നിപ്പോൾ പുതിയ മേൽശാന്തിയാണ്. പുതിയ മേൽശാന്തിയൊക്കെ ആവുകൊണ്ട് വളരെ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും ആകെ ദീപപ്രഭ തന്നെയാണ്. നെയ്വിളക്കിൻ്റെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ വിളക്കിലുള്ള നെയ്ദീപത്തിൻ്റെ പ്രഭ അങ്ങനെ കാണുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽപാദം കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, അതൊക്കെ കുറച്ച് വലിയ കാൽത്തളകളാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്, കിങ്ങിണിയുടെ നൂലുകൾ ഇങ്ങനെ താഴ്ത്തിങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. മുകളിൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു ഗോപീതിലകം കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, വലത്തെ കയ്യിൽ വെണ്ണുരുള, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴൽ. മുഖത്താണെങ്കിൽ നല്ല പുഞ്ചിരി. കാരണം എന്താ വെച്ചാൽ വെണ്ണയും കിട്ടിയിട്ടുണ്ട്, ആ പൊന്നോടക്കുഴലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ തിരുനെറ്റിയിലൊരു ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്. കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. വളരെ രസമായിട്ടുള്ളൊരു കാഴ്ച. അതേപോലെ 2 തിരുമുടിമാല ഉണ്ട്. ഒന്ന് തെച്ചിയും തുളസിയും, ഒന്ന് വെളുത്ത പൂവും തെച്ചിയും. അങ്ങനെ അതേപോലെ 2 ഉണ്ടമാല. ഒന്ന് തെച്ചി തുളസിയായിട്ട് വനമാല പോലെ, ഒന്ന് ലേശം വെളുത്ത പൂവും കൂടിയുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ആ തൊഴുന്നതായിട്ട് നമ്മുടെ മനസ്സ് ആ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തിയാൽ മതി. അപ്പോൾ അവിടുത്തെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് ചെറിയ ആലിലക്കണ്ണനെ കണ്ടു തൊഴാം. സപ്തമാതാക്കളെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കണ്ടു തൊഴാനായിട്ട് ഗണേശൻ്റെ അടുത്ത് വരിക. അങ്ങനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ അവിടുന്ന് വന്ന് ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. പിന്നീട് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം ആ മുരുകനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴാനായിട്ട് അവിടെ വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. പിന്നീട് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അവിടെ തന്നെയുള്ള
താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അതേപോലെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും കിടാവൾക്കൊക്കെ കണ്ട് തൊഴുത് നമ്മൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വന്ന് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നേരെ വന്ന് എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ മുന്നിലെത്തി അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂരപ്പൻ്റെ മുന്നിലെത്തി തൊഴുത പോലെയാവും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കണ്ട് തൊഴാം, നമസ്കരിക്കാം. അതിനുശേഷം കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം, നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടുന്ന് അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് അങ്ങനെ പുറത്തുനിന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ അങ്ങനെ വന്ന് ലക്ഷ്മി ഹാളിൻ്റെ അതിലേ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നാരായണാലയം കാണാം. അങ്ങനെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇടത് വശത്ത് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ ചെറിയ വിഗ്രഹം കാണാം. അതിങ്ങനെ ചില്ലുംകൂടിലിട്ട് വിളക്ക് കത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ട് തൊഴുത് പിന്നെ അവിടേക്കൊന്ന് നോക്കി കണ്ട് അങ്ങനെ വന്ന് നമ്മൾ ഭഗവതി നടയിലേക്ക് വരിക. അവിടെയും വന്ന് തൊഴാം. പിന്നീട് നേരെ വന്ന് വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ വിളക്ക് ഇങ്ങനെ കാണാം, കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ തെക്കേ നടയിലേക്ക് വരുന്നു. തെക്കേ നടയിൽ വന്ന കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. മഹാദേവനെയും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിച്ച് ആ പ്രദക്ഷിണം പൂർത്തിയാക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ ഭംഗിയാക്കി നിവർത്തിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഹരേ കൃഷ്ണ.